أعوذ بالله من الشيطان الرجيم فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. സൂറത്ത് മറിയത്തിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ ഖുർആനെ നാം നിന്റെ ഭാഷയിൽ വളരെ ലളിതമാക്കിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദൈവഭക്തിയുള്ളവരെ സന്തോഷവർത്തമാനം അഥവാ സുവിശേഷം അറിയിക്കുവാനും കുതർക്കികളായ മനുഷ്യരെ താക്കീത് ചെയ്യുവാനും വേണ്ടിയാണിത്. ഇവർക്ക് മുമ്പ് എത്രയോ ജനതകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട ആരെയെങ്കിലും നിനക്ക് ബന്ധപ്പെടുവാനോ അല്ലെങ്കിൽ അവരുടെ വല്ല ഞരങ്ങൽ ശബ്ദം പോലും നിനക്ക് കേൾക്കാനാവുന്നുണ്ടോ? ഈ 2 ആയത്തുകളോടുകൂടി സൂറത്ത് മറിയം ഇവിടെ അവസാനിക്കുകയാണ്. അതിൻ്റെ പരിസമാപ്തി എന്നോണം 2 കാര്യങ്ങൾ പ്രത്യേകം ഉദ്ബോധിപ്പിക്കുകയാണ്. ഒന്ന്, നബി തിരുമേനിയോട് പ്രത്യേകം ഉണർത്തുകയാണ്, ഈ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ വളരെ ലളിതമായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദുർഗ്രാഹ്യമായ ഒരു വിഷയവും ഇതിലില്ല. ഏത് കൊച്ചുകുട്ടിക്കും അനായാസമായി മനസ്സിലാക്കാൻ കഴിയുന്ന ശൈലിയിലാണ് ഇതിൻ്റെ അവതരണം. ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന ജീവിത വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ജീവിക്കുന്നവർക്ക്, ഭക്തിപുരസ്സരം ജീവിക്കുന്നവർക്ക് ദുനിയാവിലും പരലോകത്തിലും സന്തോഷം ഉളവാക്കുന്ന വിവരങ്ങളും വർത്തമാനങ്ങളുമാണ് ഇതിലുള്ളത്. നേരെ മറിച്ച് ഈ ദീനിനെതിരിൽ, ഈ മതത്തിനെതിരിൽ അല്ലെങ്കിൽ ഈ ഖുർആനെതിരിൽ നിലകൊള്ളുകയും അതിനെ പരിഹാസപാതമാക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് ഇതിലൂടെ നൽകുന്നത്. ഭൂമിയിൽ മനുഷ്യജന്മം ഉടലെടുത്തത് മുതൽ എത്ര ജനതകളുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ ധീരശൂര പരാക്രമികളായ രാജാക്കന്മാർ, സാമ്രാജ്യത്വ ശക്തികൾ, വലിയ വലിയ കോടീശ്വരന്മാർ തുടങ്ങി ലോകത്തെ വിറപ്പിച്ചിരുന്ന ആ ശക്തികളൊക്കെ ഇന്നെവിടെ? അവരുടെ ഒരു നിശ്വാസം പോലും കേൾക്കാനില്ല. നശിച്ച് മൺമറഞ്ഞു പോയ ആ സമൂഹങ്ങളെപ്പോലെ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ അവർക്ക് വന്നുഭവിച്ചതുപോലുള്ള നാശമാണ് ഇനിയുള്ളവർക്കും വരാനുള്ളത് എന്നൊരു താക്കീതോടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്.